അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മരത്തിൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതായി കാണുന്ന പോലെയുള്ള മരത്തിൻ്റെ പലക, നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പണികളൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന ആവശ്യമില്ലാത്ത പലകകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമുക്ക് പ്രത്യേക അളവൊന്നുമില്ല, നമ്മുടെ ഐഡിയ പോലെ നമുക്ക് എത്ര വലുപ്പത്തിലോ ചെറുതാക്കിയിട്ടോ നമുക്ക് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലകകൾ, ഈ എടുക്കുന്ന പലകകൾക്ക് വിഡ്ത്ത്, അതായത് അതിൻ്റെ ആ ഒരു കനം എന്ന് പറയുന്നത് മാക്സിമം സെയിം ആക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പട്ടിക പോലെ വെച്ചിട്ട് നമ്മളത് ആണിടിച്ച് ഉറപ്പിക്കുമ്പോൾ പല ഹൈറ്റിലായി കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോഴും ഒരു വൃത്തികേടായിട്ട് തോന്നും. പിന്നീട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഇതിൽ തന്നെ വലിയൊരു വീതി കൂടിയൊരു പലക നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പലക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വലിയ പലക ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പലകകളെല്ലാം നമ്മൾ വെറുതെ ഒന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാൻ പറ്റും, ഈ പലകകളുടെ എഡ്ജുകളെല്ലാം ഭയങ്കര റഫായിട്ട്, ഭയങ്കര ചെതലടിച്ചിട്ടൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പലതിനും പല ഹൈറ്റ് ആക്കിയിട്ട്, റാൻഡം ഹൈറ്റ് ആക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്കൊരു 5 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1/2 സെൻറ്റിമീറ്റർ വരെ നമ്മൾ ഗ്യാപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്, ഇതിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്, അതായത് ഇങ്ങനെ കേട് വന്നിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ മാക്സിമം വരച്ച് നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ നമുക്ക് ചിലതിന് നമുക്ക് കൂടുതൽ നീളം വേണ്ടതും ചിലതിന് കുറവ് നീളം വേണ്ടതുമുണ്ട്. അപ്പോൾ നമ്മളത് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ നീളത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നീളത്തിലെ അനുസരിച്ച് നമ്മൾ മാർക്കിങ് നടത്തിയിട്ട് നമ്മൾ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റത്തെ ഒരു പീസ്. അപ്പോൾ ഇത് നമ്മൾ ഇത്ര രണ്ട് സൈഡിലായി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ വീണ്ടും ഹാഫായിട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മളിത് രണ്ടെണ്ണമാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ആ ഒരു പീസിന് നമ്മൾ രണ്ടെണ്ണമാക്കി മുറിച്ചു. ഈ രണ്ടെണ്ണമായിരിക്കും നമ്മൾ ആ ഒരു രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇനി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് പലതും പല ഷേപ്പിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്, ഇത് എല്ലാം കൂടിയിട്ട് നമ്മൾ 2 പട്ടികകൾ നമ്മൾ ബാക്കിൽ വെച്ചിട്ട് ഇതിന് നമ്മളൊരു ഷേപ്പിലേക്ക് മാറ്റി, ആണിടിച്ചിട്ട് ഷേപ്പിലേക്ക് മാറ്റി എടുക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മരക്കഷ്ണം എടുത്തിട്ട് നമ്മളിതിൻ്റെ നീളത്തിന് എത്ര നീളം വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ നീളത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേറൊരു കാര്യം ചെയ്യാനായിട്ടുള്ളത്, നമ്മളിത് ഓരോന്ന് വെക്കുമ്പോഴും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഓരോന്നും വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്ന ടൈമിൽ അതിൻ്റെ നീളം കൂടിയും കണക്കാക്കിയിട്ട് വേണം നമ്മൾ പട്ടികക്കോല് വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ വീണ്ടും 2 ചെറിയ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറിയ പട്ടികക്കോല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചെറിയ പട്ടികക്കോല് വെച്ചിട്ടായിരിക്കും നമ്മൾ 2 സൈഡിലും നമ്മൾ ആണി അടിച്ചിട്ട് നമ്മളിത് ഉറപ്പിക്കുന്നത്. 2 സെക്ഷനിലും നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനും രണ്ടാമത്തെ സെക്ഷനും നമ്മൾ ഓരോ പലകയും നമ്മൾ ആണി അടിച്ചിട്ട് നമ്മൾ ഈ 2 പലകകളിലേക്ക് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റത്തെ ഒരു സെക്ഷൻ, നമ്മൾ ആദ്യത്തെ ഒരു പട്ടികക്കോല് വെച്ചിട്ട് നമ്മൾ എല്ലാം തുല്യൊരു അകലത്തിൽ, നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും തുല്യ അകലത്തിൽ വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടിയിലത്തെ ഈ ഒരു പട്ടികക്കോല് വെച്ചിട്ട് അടിയിലും നമ്മൾ ഇതുപോലെ തുല്യ അളവ് വെച്ചിട്ട് ഫിറ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ ആണി അടിച്ച് വെച്ചിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ പട്ടികകളുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. നമുക്കിനി അത് ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ളൊരു വ്യൂ ആണ്. ഇത് നമ്മുടെ പുറകുഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പട്ടികയും ആണി കടിച്ച ഭാഗം പുറകുഭാഗമാണ്. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അപ്പുറത്തെ ഈ സൈഡിലാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വർക്കുകളെല്ലാം നമുക്കിനി ഈ ഫ്രണ്ട് ഭാഗത്താണ് നമുക്കിനി ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് പോർഷനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കതിൽ സ്റ്റാൻഡായിട്ട് നമുക്ക് ഇതിന് സാധനം വെക്കാനായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മരം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മരത്തിനേക്കാളും അതായത് ആ മരത്തിനുള്ള വീതിയേക്കാളും കൂടുതൽ വീതിയുള്ളൊരു മരത്തിൻ്റെ പലകയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് എത്ര നീളത്തിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെഫ്റ്റ് മുതൽ റൈറ്റ് വരെയുള്ള നീളത്തിലുള്ള അത്രയും നീളത്തിലുള്ള ഒരു പലക തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പലക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ അതായത് ആ വീതി കൂടിയ പലക നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഉറപ്പിക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ എല്ലാ സൈഡും ഒന്ന് ഉരച്ചെടുക്കണം. അപ്പോൾ ഉരച്ചെടുക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 60 സൈസിലുള്ള ഒരു സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ഉരച്ച് ഒന്ന് സ്മൂത്താക്കും. അതിന് ശേഷം 180ൻ്റെ ഈ ഒരു വാട്ടർ പേപ്പർ ഇട്ടിട്ടായിരിക്കും നമ്മൾ കുറച്ചും കൂടി സ്മൂത്ത് ആക്കുക. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് സർഫസ് ഒന്ന് സ്മൂത്ത് ചെയ്യാം. അപ്പോൾ നമ്മുടെ സാൻഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ സാൻഡിങ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60ൻ്റെ ആ ഒരു പേപ്പർ വെച്ചിട്ടായിരിക്കും നമ്മളിപ്പോൾ സാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പ് ലെവലിൽ വരുന്ന റഫായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഇതിൽ ഈ ഒരു സാൻഡ് പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് 180ൻ്റെ വാട്ടർ പേപ്പർ ഇട്ടിട്ട് കുറച്ചും കൂടി മിനുസപ്പെടുത്തിയെടുക്കും. അപ്പോൾ നമ്മൾ 180ൻ്റെ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മളത് സർഫസ് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ വെർട്ടിക്കൽ സെക്ഷനിൽ വയ്ക്കുന്ന ആ ഒരു മരത്തിൻ്റെ പീസിന് നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് ഉരച്ച് സ്മൂത്താക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60ൻ്റെ പേപ്പറും പിന്നെ 180ൻ്റെ പേപ്പറും വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെയും സാൻഡിങ് നടത്തുന്നത്. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെക്കുന്ന ആ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ സാൻഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ടും സാൻഡിങ് കംപ്ലീറ്റ് ആയി. അടുത്തതായിട്ട് നമ്മളിനി അതുപോലെ തന്നെ നമ്മളിതിൽ ഇതിൻ്റെ കോർണറുകളെല്ലാം നമ്മളൊന്ന് കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്ജുകളും നമ്മൾ കർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മളിത് ഉറപ്പിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഓരോ ഹോളുകളും നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന ഫ്രെയിമിൻ്റെ ഇതിൽ ഓരോ ഹോളുകൾ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് ആണി അടിച്ച് കയറ്റിയിട്ട് ഉറപ്പിക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് ഡ്രില്ലർ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള നമ്മളിവിടെ മാർക്കിംഗ് നടത്തിയിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഇതിലൂടെ എല്ലാം നമുക്ക് ഹോൾഡാം. നമ്മളിതാ ഇതിന്മേ വെച്ച് പിടിപ്പിക്കാൻ പോകുന്ന മരത്തിൻ്റെ പീസിൽ നമ്മളിതുപോലെ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഹോളുകളിൽ നമ്മൾ ആണി വെച്ചിട്ട് നമ്മൾ പുറകു ഭാഗത്തു നിന്നും അടിച്ചു കയറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ നമ്മൾ ആണി അടിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മൾ മരത്തിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് നമുക്ക് ഇതിന് വാർണിഷ് അടിക്കണം. വാർണിഷായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലീക്ക് എക്സ്റ്റീരിയർ ടോപ്പ് കോട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു കോട്ട് ആദ്യം നമുക്ക് അടിച്ച് ഉണക്കാം. അത് കഴിഞ്ഞിട്ട് 2-3 കോട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയറിയാം ഫസ്റ്റ് കോട്ടായ കാരണം ഒരു ഫിനിഷിങ് കുറവുണ്ട്. നമ്മളിത് ഉണങ്ങിയതിന് ശേഷം 2-3 കോട്ടുകൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ.
നമ്മൾ സ്ലീക്കെല്ലാം 2-3 കോട്ട് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി നമ്മളിപ്പോൾ ഹുക്ക് പിടിപ്പിക്കുന്ന ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ഹുക്ക് പിടിപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഹുക്കായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ചങ്ങലയുടെ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഹുക്ക് ഷേപ്പിൽ വളച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ ഈ ബ്ലാക്ക് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പിടിപ്പിക്കുന്നത്. നമ്മളിത് സ്ക്രൂ വെച്ചിട്ട് 3 ഹുക്കാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വെയിറ്റ് ഉള്ള കാരണം നമ്മൾ 3 ഹുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹുക്കുകളെല്ലാം പിടിപ്പിച്ചു. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് നമ്മൾ അത് ചുമരിൽ നമ്മൾ 3 സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ചുമരിൽ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്ത് എന്ത് വേണമെങ്കിലും അതിൽ വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.